പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, ഈ പ്രഭാതത്തിൽ ഞങ്ങളെല്ലാവരെയും അവിടുത്തെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ചൊരിയപ്പെട്ട നിരവധിയായ കൃപകളെയോർത്ത് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേയ്ക്ക് നന്ദി പറയുന്നു. കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങളെ പ്രത്യേകമാവിധം കാത്തു പരിപാലിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. നല്ല ദൈവമേ, ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചിട്ടുള്ളവരെയും ഞങ്ങൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരായ എല്ലാ വ്യക്തികളെയും ഈ പ്രഭാതത്തിൽ അവിടുത്തെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വളരെ പ്രത്യേകമാവിധം ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ നിരാശയിലും സങ്കടങ്ങളിലും ദുഃഖങ്ങളിലും വേദനയിലും കഴിയുന്ന എല്ലാ വ്യക്തികളെയും ഇന്നത്തെ ദിവസം ഞങ്ങൾ അങ്ങയുടെ അനുഗ്രഹത്തിനായിട്ട് സമർപ്പിക്കുന്നു. നല്ല തമ്പുരാനെ, അവിടുന്ന് പ്രത്യേകമായിട്ടും ഇടപെടുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. കർത്താവെ, ഞങ്ങൾ വിളിക്കുമ്പോഴെല്ലാം അങ്ങ് അനുഗ്രഹമായി ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ. ഈശോയെ, ജീവിതത്തിൻ്റെ വിവിധങ്ങളായ കാരണങ്ങളാൽ തകർച്ചയിലൂടെ കടന്നു പോകുന്ന എല്ലാ മനുഷ്യരെയും സമർപ്പിക്കുന്നു. കർത്താവെ, അവർക്ക് ആശ്വാസം നൽകണമേ. ജോലി കിട്ടാത്തത് മൂലം, ജോലി നഷ്ടപ്പെട്ടത് മൂലം ക്ലേശമനുഭവിക്കുന്ന എല്ലാ വ്യക്തികളെയും അവിടുത്തെ അനുഗ്രഹത്തിനായിട്ട് വിട്ടു നൽകുന്നു. ഈശോയെ, പ്രത്യേകമായിട്ടും അവരെ അനുഗ്രഹിക്കണമേ. നല്ല ദൈവമേ, രോഗികളായി കഴിയുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. രോഗികളായി കഴിയുന്നവരുടെ എല്ലാ കുടുംബാംഗങ്ങളെയും സമർപ്പിക്കുന്നു. അതുമൂലം നിരാശ അനുഭവിക്കുന്ന എല്ലാ വ്യക്തികളുടെയും ജീവിതത്തിലേക്ക് തമ്പുരാനെ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയച്ച് ആശ്വസിപ്പിക്കണമേ. കർത്താവായ ദൈവമേ, യേശയ്യാ പ്രവാചന പുസ്തകം 58 അധ്യായം 9 തിരുവചനത്തിലൂടെ അങ്ങ് ഞങ്ങളോട് അരുളി ചെയ്തിട്ടുണ്ടല്ലോ, നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും, നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാനെന്ന് അവിടുന്ന് മറുപടി നൽകുമെന്ന്. ഈ പ്രഭാതത്തിൽ ഞങ്ങൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ വേദനകളും നൊമ്പരങ്ങളും സഹനങ്ങളും വിഷമങ്ങളും അവിടുത്തെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. തമ്പുരാനെ, അങ്ങയുടെ കുരിശിനോട് ചേർത്ത് വെച്ച് ഞങ്ങളുടെ ജീവിതത്തെ എല്ലാ അവസ്ഥകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇടപെടണമേ. കർത്താവെ, സഹായിക്കണമേ. വിവിധങ്ങളായ പരീക്ഷകളിൽ പരാജയപ്പെട്ട് നിരാശയിൽ കഴിയുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ജീവിതത്തിൻ്റെ പല പല നിയോഗങ്ങളിലും പരാജയപ്പെട്ട് ജീവിതത്തിൻ്റെ പല അവസ്ഥകളിലും ഒന്നും എത്തിപ്പെടാതെ തകർച്ചയിലൂടെ കടന്നു പോകുന്ന എല്ലാ മനുഷ്യരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായ ബുദ്ധിമുട്ട് മൂലം, കടക്കെണികൾ മൂലം ദുരിതമനുഭവിക്കുന്നവരെ സമർപ്പിക്കുന്നു. കർത്താവെ, എല്ലാവരുടെയും ജീവിതത്തിലേക്ക് ആശ്വാസമായി കൃപയായി അങ്ങ് കടന്നു വരണമേ. നല്ല തമ്പുരാനെ, ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അവിടുത്തെ തിരുവൾത്താരയിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അവിടുന്ന് ഉത്തരമരുളണമേ. ഈശോയെ, ഞങ്ങൾ ഇന്ന് കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളെയും, ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചിട്ടുള്ള എല്ലാവരെയും അവിടുത്തെ അനുഗ്രഹത്തിനായിട്ട് വിട്ടു നൽകുന്നു. നല്ല തമ്പുരാനെ, ഞങ്ങളുടെ ഭവനങ്ങളെയും ഞങ്ങളുടെ ജോലി സ്ഥലങ്ങളെയും അവിടുന്ന് പ്രത്യേകമായിട്ടും അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഞങ്ങൾ കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളെയും വിശുദ്ധീകരിക്കണമേ. ഞങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളെയും സ്ഥാപനങ്ങളെയും ഭവനങ്ങളെയും അവിടുന്ന് പ്രത്യേകമായിട്ടും പരിപാലിക്കണമേ. കർത്താവായ ഈശോയെ, ദൂതന്മാരെ മുമ്പേ അയച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ തടസ്സങ്ങളും മാറ്റണമേ. കർത്താവായ ഈശോയെ, ഇന്ന് അങ്ങയുടെ വഴിയിൽ ഞങ്ങളെ നടത്തണമേ. യോഹന്നാന്റെ സുവിശേഷം 14
അധ്യായം 6 തിരുവചനം. വഴി സത്യം ജീവനും ഞാനാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കുകയില്ല. കർത്താവായ ഈശോയെ, അങ്ങയുടെ വഴിയിൽ ഞങ്ങളെ ഈ ദിവസം നടത്തണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അമ്മയുടെ നീലമേലങ്കയുടെ കീഴിൽ ഞങ്ങളെ പ്രത്യേകമായിട്ടും സംരക്ഷിക്കണമേ. സകല വിശുദ്ധരെ, സകല മാലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി ഈശോയുടെ പക്കൽ ഈ ദിവസം മാധ്യസ്ഥ്യം വഹിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് അർഹമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ദിവസം ഞങ്ങളെ കാത്തുപരിപാലിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ദാഹത്താൽ കേഴുമ്പോൾ നാഥൻ എൻ്റെ ദാഹം ശമിപ്പിച്ചു തന്നു. ക്ലേശത്താൽ നീറുമ്പോഴെല്ലാം എൻ്റെ ക്ലേശങ്ങളിൽ കാണണഞ്ഞു. തീരാത്ത സ്നേഹം നാഥൻ തോരാതേകി. തീരാത്ത സ്നേഹം നാഥൻ തോരാതേകി. ജീവന്റെ അപ്പമായി വന്നു എൻ്റെ നാഥന ഈശോ എന്നിൽ. ദ്യോവിൻ്റെ വാതിൽ തുറന്നു തൻ്റെ ദാനങ്ങളെന്നിൽ ചൊരിഞ്ഞു. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ നാശത്തെ ആഗ്രഹിക്കുന്ന തിന്മയുടെ എല്ലാ ശക്തികളും തകർക്കപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് സാത്താനെ അന്ധനാക്കുന്ന ഈ ഐക്യ പ്രാർത്ഥന വിശ്വാസത്തോടെ ഏറ്റുചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. ആരാധ്യനായ എൻ്റെ ഈശോയെ, നമ്മുടെ പാദങ്ങൾ ഒരുമിച്ച് സഞ്ചരിക്കട്ടെ, നമ്മുടെ കരങ്ങൾ ഒരുമിച്ച് ശേഖരിക്കട്ടെ, നമ്മുടെ ഹൃദയങ്ങൾ ഒരുമിച്ച് സ്പന്ദിക്കട്ടെ, നമ്മുടെ ആത്മാക്കൾ ഒരുമയിലായിരിക്കട്ടെ, നമ്മുടെ ചിന്തകൾ ഒന്നായി തീരട്ടെ, നമ്മുടെ കാതുകൾ നിശബ്ദതയിൽ ഒരുമിച്ച് ശ്രവിക്കട്ടെ, നമ്മുടെ നോട്ടങ്ങൾ അഗാധമായി പരസ്പരം ചൂഴ്ന്നിറങ്ങട്ടെ. നിത്യപിതാവിൽ നിന്ന് കരുണ നേടുവാൻ നമ്മുടെ അധരങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കട്ടെ. നമുക്കൊരിക്കൽ കൂടി വിശ്വാസത്തോടെ ഏറ്റുപറയാം. ആരാധ്യനായ എൻ്റെ ഈശോയെ, നമ്മുടെ പാദങ്ങൾ ഒരുമിച്ച് സഞ്ചരിക്കട്ടെ, നമ്മുടെ കരങ്ങൾ ഒരുമിച്ച് ശേഖരിക്കട്ടെ, നമ്മുടെ ഹൃദയങ്ങൾ ഒരുമിച്ച് സ്പന്ദിക്കട്ടെ, നമ്മുടെ ആത്മാക്കൾ ഒരുമയിലായിരിക്കട്ടെ, നമ്മുടെ ചിന്തകൾ ഒന്നായി തീരട്ടെ, നമ്മുടെ കാതുകൾ നിശബ്ദതയിൽ ഒരുമിച്ച് ശ്രവിക്കട്ടെ, നമ്മുടെ നോട്ടങ്ങൾ അഗാധമായി പരസ്പരം ചൂഴ്ന്നിറങ്ങട്ടെ. നിത്യപിതാവിൽ നിന്ന് കരുണ നേടുവാൻ നമ്മുടെ അധരങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കട്ടെ. ആമേൻ. ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ നമുക്ക് പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കാം. ദൈവത്തിൻ്റെ ചിറകിൻ കീഴിൽ ശരണം വെച്ചുകൊണ്ട് സങ്കീർത്തകനോട് ചേർന്ന് 57-ാം സങ്കീർത്തനം ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. എന്നോട് കൃപയുണ്ടാകണമേ, ദൈവമേ എന്നോട് കൃപ തോന്നണമേ, അങ്ങയിലാണ് ഞാൻ അഭയം തേടുന്നത്. വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുവോളം ഞാൻ അങ്ങയുടെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കുന്നു. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ. അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് സഹായം അയച്ച് എന്നെ രക്ഷിക്കും. എന്നെ ചവിട്ടി മെതിക്കുന്നവരെ അവിടുന്ന് ലജ്ജിപ്പിക്കും. ദൈവം തൻ്റെ കാരുണ്യവും വിശ്വസ്തതയും അയക്കും.
മനുഷ്യമക്കളെ ആർത്തിയോടെ വിഴുങ്ങുന്ന സിംഹങ്ങളുടെ നടുവിലാണ് ഞാൻ. അവയുടെ പല്ലുകൾ കുന്തങ്ങളും അസ്ത്രങ്ങളുമാണ്, അവയുടെ നാവുകൾ മൂർച്ചയുള്ള വാളുകളും. ദൈവമേ, അങ്ങ് ആകാശത്തിനു മേൽ ഉയർന്നു നിൽക്കണമേ. അങ്ങയുടെ മഹത്വം ഭൂമിയിലെങ്ങും നിറയട്ടെ. അവർ എൻ്റെ കാലടികൾക്ക് വല വിരിച്ചു. എൻ്റെ മനസ്സിടിഞ്ഞുപോയി. അവർ എൻ്റെ വഴിയിൽ കുഴി കുഴിച്ചു. അവർ തന്നെ അതിൽ പതിച്ചു. എൻ്റെ ഹൃദയം അചഞ്ചലമാണ്. ദൈവമേ, എൻ്റെ ഹൃദയം അചഞ്ചലമാണ്. ഞാൻ അങ്ങയെ പാടി സ്തുതിക്കും. എൻ്റെ ഹൃദയമേ ഉണരുക. വീണയും കിന്നരവും ഉണരട്ടെ. ഞാൻ പ്രഭാതത്തെ ഉണർത്തും. കർത്താവേ, ജനതകളുടെ മധ്യത്തിൽ ഞാൻ അങ്ങേക്ക് കൃതജ്ഞതയർപ്പിക്കും. ജനതകളുടെ ഇടയിൽ ഞാൻ അങ്ങയെ പാടി പുകഴ്ത്തും. അങ്ങയുടെ കാരുണ്യം ആകാശത്തോളവും അങ്ങയുടെ വിശ്വസ്തത മേഘങ്ങളോളവും വലുതാണ്. ദൈവമേ, അങ്ങ് ആകാശത്തിനു മേൽ ഉയർന്നു നിൽക്കണമേ. അങ്ങയുടെ മഹത്വം ഭൂമിയിലെങ്ങും നിറയട്ടെ. ദൈവമായ കർത്താവിന് സ്തുതി. നമ്മുടെ എല്ലാവരുടെയും ഭവനങ്ങളെ കർത്താവിൻ്റെ സംരക്ഷണയ്ക്കായി ഭരമേൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ ഈ ഭവനത്തെയും ഇതിൽ വസിക്കുന്ന ഞങ്ങളെയും പഠനത്തിനും ജോലിക്കുമായി വിദൂരങ്ങളിൽ കഴിയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ സംരക്ഷണത്തിന് ഇതാ ഭരമേൽപ്പിക്കുന്നു. ആപത്തനർത്ഥങ്ങൾ, ആക്രമണങ്ങൾ, രോഗപീഠകൾ, പാപക്കിണികൾ തുടങ്ങി എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങളിൽ ആരും സത്യവിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാനോ അബദ്ധസഞ്ചാരങ്ങളിൽ പെടാനോ ഇടവരുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. സന്യാസ വൈദിക ദൈവവിളികൾ നൽകി ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. വിവാഹബന്ധത്തിലൂടെ ഇവിടേക്ക് കടന്നു വരുന്നവരും ഇവിടെ നിന്ന് മറ്റു ഭവനങ്ങളിലേക്ക് അയക്കപ്പെടുന്നവരുമായ ഞങ്ങളുടെ മക്കൾ വഴി കുടുംബങ്ങൾ അനുഗ്രഹീതമാക്കണമേ. കഴിഞ്ഞ കാലങ്ങളിൽ ഈ ഭവനം ഏതെങ്കിലും തരത്തിലുള്ള പാപം മൂലം മലിനമാകാനിട വന്നിട്ടുണ്ടെങ്കിൽ ഞാനിതാ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ തിരുരക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിക്കണമേ. ഞാൻ അതിനു ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കുമെന്ന വാഗ്ദാനം അനുസരിച്ച് ഞങ്ങളുടെ ഭവനത്തിന് സംരക്ഷണം നൽകണമേ. ഈ ഭവനത്തെ വിശുദ്ധിയുടെ വിളനിലവും എല്ലാവർക്കും ഒരു അനുഗ്രഹവുമാക്കി തീർക്കണമേ. പരിശുദ്ധ അമ്മേ, വിശുദ്ധ ഔസേപ്പിതാവേ, സകല വിശുദ്ധരെ മാലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ.